ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ഒരു തെർമോക്കോൾ കട്ടിങ് സീൻ വെച്ചിട്ടാണ് കേട്ടോ. ഇതിനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അത് ഞാൻ ഇപ്പോൾ പറയാം. ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യം. അപ്പോൾ ശരിക്കും ആ പ്രൊജക്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സാറിന് അക്കാഡമിക് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് മോഡൽസ് വേണം. പുള്ളിക്ക് വേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഇൻഫ്ലേറ്റ് ആൻഡ് ഡീഫ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലങ് മോഡലാണ്. പക്ഷെ ഞങ്ങൾ ഉണ്ടാക്കിയതിൽ അങ്ങനെയൊന്നും നടക്കത്തില്ല. അങ്ങനെ ആ ഉണ്ടാക്കിയതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ വേറൊരു പുതിയ ലങ് മോഡൽ ഉണ്ടാക്കുവാണ് കേട്ടോ. പണികളെല്ലാം ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ ഓർത്ത് വന്നാൽ പിന്നെ ഫുഡ് കഴിച്ചിട്ടാവാൻ ബാക്കി പണിയെന്ന്. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല പാവയ്ക്കകത്തിയിലും മുട്ട പൊരിച്ചതും അച്ചാറൊക്കെ കൂട്ടി ഫുഡ് കഴിച്ച് കുറച്ചു നേരം പിന്നെ റെസ്റ്റ് എടുത്തു കേട്ടോ. കാരണം ഒറ്റ ഇരിപ്പിനിരുന്ന് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മടുക്കത്തില്ലേ. അങ്ങനെ കുറച്ചു നേരം പോയി ടെറസിലൊക്കെ ഇരുന്ന് കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കൊണ്ടിട്ട് ബാക്കി പണിയിലേക്ക് കടന്നു. പിന്നീടുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം വർക്കെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് ഉണ്ടാക്കാനും ടൈം കിട്ടിയില്ല. പുറത്തിറങ്ങിയപ്പോഴാണെങ്കിലും ഒട്ടുമിക്കുള്ള എല്ലാ കടകളും അടച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ തലശ്ശേരിയിലേക്ക് വന്നു. ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണെന്ന് ഞങ്ങളോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇതുവരെയും കഴിച്ചിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അവിടുന്ന് ബിരിയാണി ട്രൈ ആക്കാമെന്ന്. ബിരിയാണി കഴിച്ച ശേഷം അതിനെപ്പറ്റി വിദഗ്ധർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. വരൂ. ഇവിടുത്തെ ബിരിയാണി ഇറ്റ്സ് ഗുഡ്. നമ്മൾ സാധാരണ 80 രൂപയ്ക്ക് ബിരിയാണി വെച്ചിട്ട് 210 രൂപ കൊടുത്ത് കഴിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷേ ഗുഡ്. അപ്പോൾ പറഞ്ഞതെല്ലാം കേട്ടല്ലോ. ടോപ്പ് റെസ്റ്റോറൻറ്റ്സിലെ ഷെഫ് പറയുമോ ഇതേപോലൊരു റിവ്യൂ? അതാണ് ലെവൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക്